എന്ത്? എന്റെ മകനെ കൊന്ന വിനോദാണ്. ഡോണ്ട് ബി എക്സൈറ്റഡ് മേജർ. എന്നിട്ട് നിങ്ങൾ അതുകൂടെ അറസ്റ്റ് ചെയ്യുന്നില്ല. രാജനെ കൊന്നത് വിനോദാകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവൻ ഇപ്പോഴും താങ്കളുടെ മകളുടെ കൂടെയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനും എന്തോ ദുരുദ്ദേശമുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. മേജർ, ഏറ്റവും വേഗത്തിൽ ഈ ബന്ധം അവസാനിപ്പിച്ചേ പറ്റൂ. ശരി, അതിന് ഞാനൊരു വഴി ഉണ്ടാക്കാം ഇൻസ്പെക്ടർ. ഈ ഞായറാഴ്ച വിലാസിനിയെ പെണ്ണ് കാണാൻ കുറച്ചാളുകൾ വരുന്നുണ്ട്. നീ ഹോസ്റ്റലിൽ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരണം. ഉടനെ വിവാഹം നടത്തുന്ന കാര്യത്തിൽ അവൾക്ക് താല്പര്യമില്ലാത്ത മട്ടാണ്. അതൊന്നും അത്ര കാര്യമാക്കണ്ട സാർ. പെങ്കൊച്ചുങ്ങൾ അങ്ങനെയൊക്കെ ഭാവിക്കും. 3-4 പ്രസവിച്ചിട്ടും കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറയുന്ന പെണ്ണുങ്ങള് നമ്മുടെ നാട്ടിലില്ലേ? ഏതായാലും വിവാഹക്കാരി നീ അവളോട് പറയണ്ട. അക്കാര്യം ഞാൻ മിണ്ടേയില്ല. പിന്നെ വിലാസിനെ കുഞ്ഞ് നിർബന്ധിക്കുകയാണെങ്കിൽ പെണ്ണ് കാണാൻ വരുന്ന കാര്യം മാത്രം ഞാൻ പറഞ്ഞേക്കാം. താങ്ക് യു സാർ. നീ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. അപ്പം വിവരമെല്ലാം ഞാൻ അവിടെ പറഞ്ഞോട്ടെ. അല്ല, ഞായറാഴ്ച കുഞ്ഞിനോട്, അല്ല വിലാസിന് കുഞ്ഞിനോട് ഞായറാഴ്ച ഇവിടെ വരാൻ പറയാം. ഓ, ഞാൻ താങ്ക് യു വെരി മച്ച് സാർ. ഗുഡ് മോർണിംഗ് മാഡം. ആരാ? എന്റെ പേര് മിസ്റ്റർ കുട്ടപ്പൻ. എന്ത് വേണം? എന്റെ ഒരു കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ. പേരെന്താ? വിലാസിനി. ഓ, വിലാസിനി. നമ്മുടെ മേജറുടെ മകളോ? ആ വിലാസിനി നിങ്ങളുടെ ആരാ? അയ്യോ, ഇപ്പോഴവരിവിടെ ഇല്ലല്ലോ. ബീച്ചിൽ പോയിരിക്കുക. കടപ്പുറത്ത് നിൽക്കോ? മാറ്ററെടുത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മാസാമാസം ശമ്പളം അയച്ചു വരുന്നത് പെമ്പിള്ളേരെ കടപ്പുറത്തേക്ക് പറഞ്ഞേക്കാനല്ല. കടപ്പുറത്ത് താമസിക്കാനല്ല മിസ്റ്റർ പോയിരിക്കുന്നത്. പിന്നെ ഇന്നലെ കപ്പലണ്ടി കച്ചവടത്തിനോ അല്ല ഐസ് ഫ്രൂട്ട് വെക്കാനോ? എനിക്ക് മനസ്സിലായിട്ട് ചോദിക്കാം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. ഇതെങ്ങാനും മേജറെത്തിയ അറിഞ്ഞാൽ സംഗതി ആകെ കഴിഞ്ഞു. എല്ലാവരുടെ കയ്യിലും ഒറ്റ കോയിൽ തോക്കാം. അദ്ദേഹത്തിന്റെ കയ്യില് ഇരട്ട കോയിൽ തോക്കാം. ഇവിടെ വന്ന് എല്ലാത്തിനും പറിച്ചു വെടിവെച്ചോളി. എനിക്ക് പോടോ പുറത്ത്. ഞാനിവിടെ താമസിക്കാൻ വന്നതല്ല. ഇതെന്റെ ഭാര്യ ഇവിടെ അല്ലെന്നും എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം, കണ്ട കാര്യം മുഖത്ത് നോക്കി പറയുന്നതാണ് ഈ കുട്ടപ്പൻ. മനസ്സിലായില്ലേ? ഞാൻ പോകുന്നു. താങ്ക് യു. ഒറ്റക്കാണല്ലോ കുർബാനി. യു ബ്ലഡി ഫുൾ. തെറ്റിദ്ധരിക്കരുത്, എന്റെ കണ്ണിലോ കരട് പോയി. ഓ, അതാണോ? സോറി. നെവർ മൈൻഡ്. ഒന്ന് ഒതുക്കി. എന്നാലെന്താ? മാറ്റിനിക്ക് വന്നാ മതിയേ. ഇയാളെന്താ പോയില്ലേ? ഇല്ല, എനിക്കങ്ങനെ ധൃതിയൊന്നുമില്ല. വിലാസിനി കുഞ്ഞ് വന്നിട്ട് പോയച്ചാ മതി. കുട്ടിയകത്തു ആ കുട്ടി
എല്ലാരും പിടിക്കും, നോക്കി കണ്ട് പെൺപിള്ളേരെ കുളിക്കുന്നത് എത്തി നോക്കി. എടോ മര്യാദ കാണിച്ചിട്ടുണ്ടല്ലോ. എന്റെ പൊന്നും മേറ്റെടുത്ത് ഞാൻ പെമ്പിള്ളേര് കുളിക്കുന്നത് എത്തി നോക്കിയിട്ടേ ഇല്ല. ഇവിടുത്തെ കുളിമുറിയും ബാത്റൂമും എങ്ങനെയുണ്ടെന്ന് നോക്കി. കൊള്ളട്ടോ, പക്ഷെ ഫാന് വേണം, റേറ്റ് വേണം. ഓക്കെ, ഞാൻ പോവാണ്. വല്ലാത്ത ക്ഷീണം തോന്നിയേട്ടാ. നമുക്ക് അവിടെ ഇരിക്കണം. അവിടെ ഇരുന്നോളൂ. എന്റെ അനുജത്തിയെ കൊന്ന നിന്റെ ചേട്ടനെ അവസാനിപ്പിച്ച ഞാനാടി. നിന്റെ പുറകെ ഞാൻ ചുറ്റി നടന്നതിനു വേണ്ടിയാണ്. നിന്നെയും നിന്റെ കുടുംബത്തിനെയും ഞാൻ ചേട്ടാ, എന്നേട്ടാ, എന്തേത്? എന്ത് പറ്റിയേട്ടാ? എന്തോ എനിക്ക് നല്ല സുഖമില്ല. വാ, നമുക്ക് പോവാം.